ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ സാക്ഷി പ്രതിയായി. നേരത്തെ സാക്ഷിയായിരുന്ന പാലക്കാട്ടെ ഷമീർ കുറ്റകൃത്യത്തിൽ ഇടപെട്ടതിന്റെ തെളിവുകൾ എൻഐക്ക് ലഭിച്ചു. അതോടെ സാക്ഷി പ്രതിയായി. മുഖ്യപ്രതി മധു ജയകുമാറിനെ ചോദ്യം ചെയ്തതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ എൻഐക്ക് കിട്ടിയത്. പാലക്കാട് സ്വദേശിയായ ഷമീറിനാണ് ഇപ്പോൾ പ്രതിയാകുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇത്രയും നാളായിട്ട് ഈ ഒരു കേസിൽ, അതായത് ഇറാനിലേക്ക് മലയാളികൾ അടക്കമുള്ള ആളുകളെ അവയവ കടത്തിന് വേണ്ടി കൊണ്ടുപോയ സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള മധു ജയകുമാറിനെ എൻഐഎ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്രയും നാൾ എൻഐയുടെ ഒരു നിരീക്ഷണത്തിൽ സാക്ഷിയായിരുന്ന, അല്ലെങ്കിൽ സാക്ഷിയെ കുപ്പായം ഉണ്ടായിരുന്ന ഷമീറിനെ പ്രതിയാക്കുവാനുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് ഇപ്പോൾ എൻഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മധുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൃത്യമായ തെളിവുകൾ ഈ എൻഐഎ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പാലക്കാട് സ്വദേശിയായ നിലവിൽ ചെന്നൈയിൽ താമസമാക്കിയിരിക്കുന്ന ഷമീറിന്റെ വ്യാജ പാസ്പോർട്ടും അദ്ദേഹത്തിന്റെ ആധാർ കാർഡും എൻഐഎ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവ ജേക്കബ് എന്ന ഒരു വനിതാ വ്യവസായിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ മറവിലായിരുന്നു ഇത്തരത്തിൽ ഇദ്ദേഹം പണം കമ്മീഷനായി പറ്റിയിരുന്നത്. അതായത് ഈ ഒരു അവയവ കടത്ത് നടത്തുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇടപെട്ടപ്പോൾ ആ റിക്രൂട്ട്മെന്റിന് 1.5 ലക്ഷം രൂപ കമ്മീഷനായി ഇദ്ദേഹം കൈപ്പറ്റിയെന്നും അത് ഈ അവ ജേക്കബിന്റെ സാമ്പത്തിക ഇടപാടുകൾ, വ്യവസായത്തിന്റെ മറവിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വഴിയാണ് കൈപ്പറ്റിയതെന്നുമുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഡിജിറ്റൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എൻഐഎ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണം എൻഐഎ സംഘം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും രാജ്യാന്തര ബന്ധങ്ങൾ അടക്കം ഈ ഒരു കേസിലുണ്ട്. 100-ലധികം ആളുകളെ ഇറാനിലേക്ക് കടത്തിയെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ കാണേണ്ടത്, ഇത്രയും നാളുകൾ നമ്മൾ കരുതിയത് ഉത്തരേന്ത്യൻ ബന്ധങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ജമ്മു കാശ്മീരിൽ നിന്ന് ആളുകളെ കടത്തിയെന്ന വിവരങ്ങൾ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നടക്കം ആളുകളെ ഈ അവയവങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇറാനിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൽ അടക്കമുള്ള ചില സ്വകാര്യ ആശുപത്രികൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അവയവ കടത്ത് സംഘവുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അവർക്ക് ഇവരുമായി ചില ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചില ഡോക്ടർമാർ അടക്കം ഇത്തരത്തിൽ അവയവം മാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയും മറ്റും ചില സ്വകാര്യ ആശുപത്രികളിൽ വരുമ്പോൾ അവരെ വിദേശത്തേക്ക് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും എൻഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നാളെ ഈ ഒരു പാലക്കാട് സ്വദേശിയായ ഷമീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.